ഒരു കഷ്ണം മീൻ ചോദിച്ചിട്ട് ലോറിക്കാരൻ കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അന്നെ കൊന്നിട്ട് ഇഞ്ഞക്കിട് നീ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ടയറിന്റെ അടിയിൽ കിടന്ന് പട്ടി ഷോ കാണിക്കാണ് ഒരു നായിന്റെ പണി. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഈ മാർക്കറ്റ് ആർക്കെങ്കിലും വിൽക്കണം, എന്നിട്ട് വലിയൊരു ബംഗ്ലാവ് പണിത് അതിൽ താമസിക്കണം. 1975 തുടങ്ങിയ ഓരോ ചർച്ച ഇതാ ഇപ്പൊ ഈ 2025 തുടരുകയാണ്. ഈ കഥ നടക്കുന്നത് കേരളത്തിലെ വടക്ക് ദേശത്താണ്. ഇനി വടക്കൻ മലബാറിലെ മൊഞ്ചന്മാരും മൊഞ്ചത്തികളും മാത്രമുള്ളൊരു നാടുണ്ട്. കേക്കിന്റെയും സർക്കസിന്റെയും ക്രിക്കറ്റിന്റെയും ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം തലശ്ശേരി. തലശ്ശേരിക്കാരുടെ ഒരു വികാരാണ് ഈ കാണുന്ന കടൽപ്പാലം. പണ്ട് ചെറുപ്പത്തിൽ ഉപ്പാന്റെ വിരലിൽ തൂങ്ങി ഈ കാണുന്ന കടൽപ്പാലത്തിന്റെ മുകളിലൂടെ നടന്നതും ആ കഥ ചങ്ങായിമാരോട് പറഞ്ഞപ്പോ കടലിന് പാലോ എന്നും പറഞ്ഞ് കളിയാക്കി ചിരിച്ചതൊക്കെ ഇന്നലെ കഴിഞ്ഞ മാതിരി ഓർത്തുപോവാണ്. സുബഹി ബാങ്ക് കൊടുക്കുന്ന നേരത്താണ് നൗഷാദിന്റെ വിളി വരുന്നത്. നീ വേഗം പുറത്തേക്കിറങ്ങ്, ഒരു സ്ഥലം വരെ പോവാനുണ്ട്. അങ്ങനെ വെളുപ്പിന് 6 മണിയാകുമ്പോഴേക്കും നമ്മള് തലശ്ശേരി കടപ്പുറത്തെത്തി. അതിരാവിലെയുള്ള മീൻ മാർക്കറ്റിലെ കാഴ്ചകൾക്ക് വല്ലാത്തൊരു മൊഞ്ചാണട്ടാ. ഓരോ കാഴ്ചകൾക്കും പലതരം അർത്ഥങ്ങൾ. കടൽക്കാറ്റും ഏറ്റുകൊണ്ട് എരിഞ്ഞോളി മൂസക്കാന്റെ മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്ന ഓലമാതിരി തന്നെയുള്ള ഒരു ഇക്കാക്ക. ഒരു കാലത്ത് കടപ്പുറം അടക്കി വാണ വീരകഥകൾ ഓർത്തെടുത്ത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഓരോ ചങ്ങായിനോട് പങ്കുവെക്കുന്ന ഒരു കൊമ്പം വിശക്കാരൻ. അല്ല, ആ ചങ്ങായിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ഒരുപാട് തവണ കേട്ടതാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ അതിഥികളായ കൊക്കുകൾ ബീഫ് സ്റ്റാളിന്റെ മുന്നിൽ സമരം ചെയ്യാണ്. ഞങ്ങൾ 5 പേരായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൽ 3 പേര് കടൽക്കാറ്റ് ഏറ്റുകൊണ്ട് ദേ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ സായിസിന്റെ കയ്യിൽ ഒരു സുലൈമാനിയുണ്ട്. ആ സുലൈമാനിന്റെ ലഹരിയിൽ ഓന്റെ വെടിപറച്ചിൽ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. കറുത്ത ബനിയനിട്ട ഇയാളാണ് നൗഷാദ്. ആള് ബഹുകേമനാണ്. മനസ്സിലൊരു പദ്ധതി ഇട്ടോ അത് നടക്കണം, അല്ലെങ്കിൽ നടത്തിയിരിക്കും. അതിന് ഉദാഹരണമാണല്ലോ 9 മണിക്ക് എണീക്കുന്ന എന്നെ 5 മണിക്ക് വിളിച്ചെണീപ്പിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത്. മേടിക്കാനൊന്നുമല്ലട്ടാ, വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനാണ് റബ്ഷാദിന്റെ ഈ പരാക്രമം. അങ്ങനെ ചെറിയ തമാശ പറഞ്ഞാലൊന്നും ചിരിക്കുന്ന ആളല്ല അസീസ്. ഈ കൂട്ടത്തിൽ അസീസ് ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കിഴക്ക് നിന്നും സൂര്യൻ മെല്ലെ പൊന്തി വരാൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ ഭരണകാലത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പട്ടണവും തുറമുഖവും ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ തലശ്ശേരി. ആ കാലഘട്ടത്തിൽ, അതായത് 1910-ലാണ് ബ്രിട്ടീഷുകാര് ഈ കാണുന്ന 500 അടി നീളമുള്ള ഈ പാലം നിർമ്മിച്ചത്. ഇന്ന് ഇതിന്റെ തൂണുകളെല്ലാം ക്ഷയിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും പാലത്തിലേക്ക് പ്രവേശനമില്ല. നമ്മളെ സർക്കാർ ഇതൊന്ന് നന്നാക്കി തന്നില്ലെങ്കിൽ നല്ല രസേനും. അതിനിപ്പോ ഓലിക്കേടുന്നപ്പാ സമയം അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് നിറങ്ങൾ വാരി വിതറിയ ചുവരുകളുള്ള കെട്ടിടങ്ങൾ. അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ വല്ലാത്തൊരു രസമാണ്.